ഇത്? അതെ, ഞാൻ ഇവിടുത്തെ ലൈൻമാനാ. എന്ത് പറ്റിയെന്ന് പറയൂ. പുതിയ ആളാ? ആള് പഴയത് തന്നെ, ഇവിടെ ഇപ്പൊ പുതിയ ആണെന്നേ ഉള്ളൂ. ഒരു കാറ്റ് വന്നാ മതി, അപ്പ കറണ്ട് പോവും. പിന്നെ ഈ പാടാ, പോസ്റ്റ് കുലുക്കണം കറണ്ട് വരാൻ. എത്ര കാലമായി തുടങ്ങിയിട്ട് ഈ കുലുക്കേ? എപ്പോഴും എങ്ങനെയാ, കറണ്ട് വന്നും പോയിക്കൊണ്ടിരിക്കും. അപ്പൊ വരുന്നുണ്ടല്ലേ? ഇവിടെ പല സ്ഥലത്തും കറണ്ട് വരാറേ ഇല്ല. ഏയ്, ഇതൊന്നും നോക്കിട്ട് പോ. എന്ത് നോക്കാനാ? ജാംബോന്റെ കാലത്തെ കണക്ഷനാ. ഏയ്, അത്ര പഴക്കൊന്നുമില്ല. അന്നൊന്നും ഇലക്ട്രിസിറ്റി കണ്ടുപിടിച്ചിട്ടേ ഇല്ല. ചരിത്രത്തിലൊക്കെ നല്ല പിടിപാടാണല്ലോ. പഠിക്കാൻ ബുക്ക് തുറക്കേണ്ട താമസം. അപ്പൊ വരും കാറ്റ്, കറണ്ടും പോവും. പ്ലീസ് ഒന്ന് നോക്കിട്ട് പോവൂ. ഏതായാലും ഞാനൊന്ന് നോക്കാം. താൻ അവിടെ പോയി നില്ല്, കറണ്ട് വന്നാ പറയണം. നിങ്ങൾക്കെന്താ വട്ടുണ്ടോളേ? ആണടാ, എനിക്ക് വട്ട് തന്നെയാ. നിന്നോട് ആര് പറഞ്ഞു പോസ്റ്റുകാരൻ? അതെ, നിങ്ങളുടെ അനുവാദമൊന്നും വേണ്ട. ഞാൻ ഇവിടുത്തെ ലൈൻമാനാ. അയ്യടാ, താൻ എവിടുത്തെ ലൈൻമാൻ ആയാലും കൊള്ളാം. തന്റെ ലൈനൊന്നും ഇവിടെ വേണ്ട. പോസ്റ്റ് കയറിയിരുന്ന് എന്റെ മക്കളുടെ നേരെ കണ്ണും കഴിയും കാണിച്ചാലുണ്ടല്ലോ, എറിഞ്ഞിട്ട് കണ്ണാൻ പൊട്ടിക്കും. അമ്മേ, എന്താ അമ്മ ഇത്? ഞാൻ പറഞ്ഞിട്ട് ഇയാൾ പോസ്റ്റ് കയറിയത്. തള്ളേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. പോസ്റ്റിൽ കയറുന്ന ലൈൻമാന്റെ പണിയാ. ആവശ്യമുണ്ടെങ്കിൽ അവൻ ഏത് പോസ്റ്റിലും കയറും. ഒരു ലൈൻമാന്റെ കൃത്യനിർവഹണത്തിനിടയിൽ ആവശ്യമില്ലാതെ ഇടപെട്ടാൽ IPC 48A ബ്രീച്ച് ഓഫ് ഇലക്ട്രിസിറ്റി ആക്ട് പ്രകാരം അകത്ത് കിടക്കേണ്ടി വരും. മനസ്സിലായോ? അമ്മ അറിയാതെ. എന്താ അറിയാതെ? നീ ബോഡിയകത്ത് ഒന്നും ഇങ്ങോട്ട് മാറിയ. അമ്മ, കറണ്ട് ഇപ്പോഴും വന്നിട്ടില്ല. അയാൾ നന്നാക്കിക്കൊണ്ടിരിക്കുന്നു. വരും വരും, കാറ്റടിക്കുമ്പോ വരും. ഇതേ ലൂസ് കോണ്ടാക്റ്റാ. അമ്മയ്ക്ക് സമാധാനമായല്ലോ അയാളെ പറഞ്ഞു വിട്ടപ്പോ. പോട്ടടി, ഒരു ലൈൻമാൻ പോയാൽ വേറൊരുത്തം വരും. അതും അല്ലെങ്കിൽ ജൂനിയർ എഞ്ചിനീയർ വരും. വരും വരും. ഇങ്ങനെയാണെങ്കിൽ ഒരുപാട് പേര് വരും. ആരെ കണ്ടാലും അമ്മയ്ക്ക് ഇപ്പൊ സംശയം. അതേടി, എനിക്ക് ഇവന്മാരെ സംശയം തന്നെയാ, പ്രത്യേകിച്ച് ഈ ലൈൻമാൻമാർ. ആ പുഴയോരത്തു വന്നു നിന്ന് പേടമാൻ കണ്ണാടി നോക്കയായി. പൂമരക്കൊമ്പത്തു നിന്നു രണ്ട് പൂങ്കിളികൾ പാറിപ്പറന്നുപോയി. ഇതാണ് കവിത. അനശ്വരമായ അനുഭൂതികളും കൊണ്ട് കവിയുടെ ഹൃദയാന്തർഭാഗത്തു നിന്ന് അനുവാചക ഹൃദയങ്ങളിലേക്ക് അനർഗളം പ്രവഹിക്കുന്ന അനന്തമായ ആകാശഗംഗ. അതായിരുന്നു ചങ്ങമ്പുഴ കവിത. ഇന്നലെ രാത്രി ഞാനൊരു പൂവിന്റെ മന്ദഹാസത്തിൽ കിടന്നുറങ്ങി. ഒരു കൊച്ചു പൂവിന്റെ മന്ദഹാസത്തിൽ കിടന്നുറങ്ങാൻ ചങ്ങമ്പുഴയ്ക്കല്ലാതെ മറ്റാർക്കാണ് കഴിയുക? അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ചങ്ങമ്പുഴ കവിതകൾ അനശ്വരമാണ്, അത് അനിർവചനീയമാണ് എന്ന്. നീ മറഞ്ഞാലും മായുകില്ല നീലക്കുയിലേ നിൻക. ഈ അവർ ക്ലാസ് ഏതാ കുട്ടി? മലയാളത്തിലെ ആധുനിക കവിത. എടോ പ്രേമേന്ദ്ര, തനിക്ക് ഈ ചങ്ങമ്പുഴയല്ലാതെ മറ്റൊന്നും എടുക്കാനില്ലേ? നേരം വെളുത്താ തുടങ്ങും ചങ്ങമ്പുഴയുടെ പ്രേമസങ്കല്പം, ചങ്ങമ്പുഴയുടെ ആനസങ്കല്പം. തിരുമേനി, ഈ ചങ്ങമ്പുഴയെ കുറിച്ച് എന്താ കരുതിയിരിക്കുന്നത്? ഇന്ന് അത്യന്താധുനികരെന്ന് പറഞ്ഞ് നടക്കുന്നവർ മുഴുവൻ തുടങ്ങുന്നത് ചങ്ങമ്പുഴയിൽ നിന്നാണ്. തലകുത്തി നിന്ന് എഴുതിയാലും ഒരിക്കലും ഒരു ചങ്ങമ്പുഴയാകാൻ കഴിയില്ല എന്ന് മനസ്സിലാകുമ്പോഴാണ് ഇവിടെ ആധുനികവും അത്യന്താധുനികവും ഉണ്ടാവുന്നത്. പക്ഷേ എനിക്ക് വിശ്വാസം നഷ്ടപ്പെട്ടിട്ടില്ല. ഇനിയും ചങ്ങമ്പുഴ കവിതകൾക്ക് വേണ്ട. താൻ ചങ്ങമ്പുഴയാണെന്ന് എന്നെ അങ്ങ് വിശ്വസിച്ചോളൂ. പക്ഷെ ഇവിടെ വേണ്ട. മനസ്സിലായില്ലേ? സിലബസിലേത് മാത്രം അങ്ങോട്ട് എടുത്താൽ മതി. സിലബസ് തുടങ്ങിക്കോളൂ. തഴുകി തഴുകി എൻ ആത്മാവിനുള്ളിൽ വിസ്ഥിതൻ പുഴയായിട്ടൊഴുകന്റെ പെണ്ണെ, ഒരു നുള്ളു കഞ്ചാവ് ബീഡിതനുള്ളിലെ പുകയായിട്ടെരിയൂ നീ എന്റെ പെണ്ണെ. നിർത്തണോ? എന്തു പറ്റി? ഇതാണല്ലോ കവിത. ഇതാണ് ആധുനികം. ഇത് വേണോ? അതോ ഇന്നലെ രാത്രി ഞാനൊരു പൂവിന്റെ മന്ദഹാസത്തിൽ കിടന്നുറങ്ങി. ഈ പോയതാണ് അത്യന്താധുനികം.
നീ എന്താ ഇവിടെ? ഞാനിവിടെ ഇലക്ട്രിസിറ്റി ബോർഡിൽ ജോയിൻ ചെയ്തു ലൈൻമാനായിട്ട്. അതെ. നിനക്കൊരു കത്ത് എഴുതി കൊടുക്കണം. എത്ര കൊല്ലമായി നമ്മൾ കണ്ടെത്തി. ഏതായാലും ഇനി ഈ സ്ഥലത്ത് നിന്റെ കൂടെ കൂടാൻ ഞാനും അങ്ങ് തീരുമാനിച്ചു. രക്ഷപ്പെട്ടു. എന്താ കുട്ടി? അത് സോറി കേട്ടോ. എന്തോന്ന് സോറി? മൂക്കറിഞ്ഞ് ചതച്ചിട്ടാണോ സോറി? മൂക്കറിഞ്ഞ് ചതച്ച ആര്? അത് അമ്മ. എന്തോന്ന് കുമ്മ? താൻ പറഞ്ഞിട്ടല്ലോ ഞാൻ കേറിയത്. എവിടെ കയറി? അത് തെറ്റിദ്ധരിച്ചത് അമ്മ. എന്ത് തെറ്റിദ്ധാരണ? ഇനി അങ്ങനെയാണെങ്കിൽ തന്നെ ക്യാബേജ് വലിച്ചെറിയണം. കാണാൻ കൊള്ളാവുന്ന പെണ്ണുങ്ങളെ കണ്ടാൽ ആണുങ്ങൾ നോക്കും. ഒരു കാര്യം ചെയ്യും, ഒരു ചാക്ക് ക്യാബേജ് വാങ്ങിച്ച് അമ്മയ്ക്ക് കൊടു. നാട്ടിലുള്ള ആണുങ്ങളുടെയൊക്കെ മൂക്കറിഞ്ഞ് ചതക്കട്ടെ. എന്താ കാര്യം എന്ന് പറ. ഇത് കണ്ട മൂക്കല്ലേ അത്? അതല്ല, ഈ നീലിച്ച് കിടക്കുന്ന കണ്ട. ഇവളുടെ തള്ള എറിഞ്ഞ് ചതച്ചാണ്. ഇവളെ ഞാൻ കൈ കാണിച്ച് വിളിച്ചെന്നു, അതും പോസ്റ്റിന്റെ മേളിലിരുന്നു. പോയി പറഞ്ഞേക്ക്, ഞാൻ തന്നെ കൈ കാണിച്ച് വിളിച്ചെങ്കിൽ എനിക്ക് തന്നോട് ഇഷ്ടമുള്ളതുകൊണ്ടാണ്. ഇടോ, തന്റെ മുഖത്ത് നോക്കി ഐ ലവ് യു എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഐ ലവ് യു എന്ന് പറയാൻ എനിക്ക് ചങ്കൂറ്റമുണ്ട്. അതിനാരുടെ ഓസാരം ഒന്നും വേണ്ട. ശിവ, വേണ്ടി വന്നാൽ കല്യാണം കഴിക്കുമെന്ന് പറഞ്ഞാല് ഓ ശരി പറ. ശിവ, നീ എന്ത് വിചാരിച്ച? ഇതൊരു സ്ഥാപനമല്ലേ? ബോറായോ? ഇല്ല, മനോഹരമായി. കുറച്ച് ഓവറായോ എന്നൊരു ഡൗട്ട്. ആക്ച്വലി നീ കൈ കാണിച്ച് വിളിച്ച പോട്ടെ പാർവതി, ഇനി വിഷമിച്ചിട്ട് എന്താ കാര്യം? ഇങ്ങനത്തെ മനുഷ്യരുണ്ടോ? സംസ്കാരമില്ലാത്തവൻ അത്രയൊക്കെ ഉണ്ടാവും. സോറി പറയാൻ പോയതാ തെറ്റായത്. എന്തൊക്കെയാണ് പറഞ്ഞത്? വേണ്ടി വന്ന് എന്നെ കല്യാണം കഴിക്കും പോലും. ഇന്ന് വരട്ടെ കേട്ടെ. ഒന്നും പറയാനൊക്കില്ല. ഇങ്ങനെയൊക്കെ തുടങ്ങുന്നതാ അവസാനം പ്രേമത്തിലും വിവാഹത്തിലും ഒക്കെ എത്തുന്നത്. ലേതിക്കൊന്നും മിണ്ടാതെ വരുന്നുണ്ടോ? പ്രേമവും കല്യാണവും. ഈ മരമോന്തനോടോ? മരമോന്തയൊന്നുമല്ല, അയാളുടെ മുഖം നല്ലതാ. ഇപ്പൊ അല്പം ചതഞ്ഞു കാണും, ഏറ് കൊണ്ടിട്ട്. അത്രേ ഉള്ളൂ. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട കേട്ടോ. ഒന്നും പറയണമെന്നില്ല. എന്തായാലും നമ്മുടെ അമ്മയുടെ ഏറെത്തിരി കൂടുന്നുണ്ട്. വല്ല ഒളിമ്പിക്സിൽ അയച്ചാലോ? എങ്കിൽ ഒന്നാം സമ്മാനം ഷുവർ. വലത് കാലം വെച്ചിറങ്ങും. എത്രയായി? 20. ഓട്ടോയുടെ വിലയല്ല ചോദിച്ചത്, മീറ്ററിന്റെ ചാര പറഞ്ഞ. ഇത് അവരുടെ വീടല്ലേ? എവരുടെ? എന്നെ എറിഞ്ഞ ആ തള്ളയുടെ മോളുടെ വീടല്ലേ? അതെ. അതിനിപ്പോ എന്താ? ഓ അത് ശരി. ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ, വലിയ വീടാണ്, വാടക പകുതി പകുതി ഷെയർ ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് നീ എന്നെ വിളിച്ചോണ്ട് വന്നത് ഇങ്ങനെ ഒരു അപകടത്തിലേക്കാണല്ലേ? എന്തപകടം? ആ തള്ള തന്നെ. ഓ, തള്ളയാണോ? അത് സാരമില്ല, നമുക്ക് ഒന്നിച്ച് നേരിടാം. ഒന്നിച്ച് നേരിടാൻ? അതെ. എനിക്കൊരു ലൈൻ ഉണ്ടെന്ന് കുട്ടിക്കോ? ക്രോസ് ലൈൻ ആകൂടെ? ഏയ്, ഞാനൊരു പാരലൽ കോളേജ് അധ്യാപകനായതുകൊണ്ട് പാരലൽ ലൈനേ ആകൂ. വാ. മനസ്സിലാകുന്ന ഭാഷ പറയടാ. മനസ്സിലാക്കി തരാം. അവളുടെ അനിയത്തി ലക്ഷ്മി. മനസ്സിലായോ? നിന്റെ ആ പഴയ സ്വഭാവത്തിന് ഇതുവരെ ഒരു മാറ്റവും ഇല്ലല്ലോ. എപ്പോഴും സ്വഭാവം മാറ്റിക്കൊണ്ടിരിക്കുന്നത് വ്യക്തിത്വമുള്ള വ്യക്തികൾക്ക് ചേർന്നതല്ല ശിവമാണ്. അതൊക്കെ പോട്ടെ, ആ പെണ്ണിന്റെ അച്ഛൻ എവിടെയില്ലേ? അങ്ങേരെങ്ങാണ്ട് നാട് വിട്ടു പോയതാ. ചത്തുപോയെന്നാ ഇപ്പൊ നാട്ടുകാർ മുഴുവൻ പറയുന്നത്. അതായിരിക്കും ശരി. ആ തള്ളയുടെ സ്വഭാവം അനുസരിച്ച് അയാൾ ജീവനോടെ ഇരിക്കാൻ സാധ്യതയില്ല. ഒന്നുകിൽ ആത്മഹത്യ ചെയ്ത് കാണും, അല്ലെങ്കിൽ അവര് തന്നെ എറിഞ്ഞു കൊന്നു കാണും. എന്തൊക്കെ പറഞ്ഞാലും ശരി, നീ ഇന്ന് കാണിച്ചത് പരമ ബോറായി പോയി. എന്തോന്നാ ആ പാർവതിയോട് തട്ടിക്കയറിയത്? എടാ, ഒരു പെണ്ണ് സോറി പറയാൻ വരുമ്പോ ഇങ്ങനെയൊക്കെയാണോ പെരുമാറുന്നത്? ഞാൻ എന്ത് ചെയ്യാനാ? എല്ലാം പെട്ടെന്നായിരുന്നില്ലേ? ഒന്ന് പ്ലാൻ ചെയ്യാൻ പോലും സാധിച്ചില്ല. എന്ത് പ്ലാൻ ചെയ്യാൻ? എടാ, എനിക്ക് അവളെ ഫസ്റ്റ് സൈറ്റിലെ ഇഷ്ടപ്പെട്ടതാ. അത്രയല്ലേ ഞാൻ പറഞ്ഞുള്ളൂ. അത് മാത്രമേ നീ പറഞ്ഞുള്ളൂ? എന്തായാലും നിന്റെ ബെസ്റ്റ് ടൈപ്പ്, അല്ലെങ്കിൽ നിന്നെ അവൾ ചെരുപ്പൂരി അടിച്ചേനെ. അത്രയ്ക്ക് ബോറായിരുന്നു? അത്രയ്ക്ക് ബോറല്ല, പരമ ബോറായിരുന്നു. എടാ, ഇനി അവൾ നിന്നെ ജന്മത്തെ തിരിഞ്ഞു നോക്കൂ. ഇനിയിപ്പോ എന്താണൊരു വഴി? എന്തിന്? ഒന്ന് സോറി പറഞ്ഞ് വീണ്ടും ഒരു വഴിയൊക്കെ ഉണ്ട്. എന്ത് വഴി? അതൊക്കെ ഉണ്ട്. ഞാൻ വിചാരിച്ച നടക്കാത്ത വഴിയുണ്ടോ? പക്ഷേ വേണ്ട, നീ ആയതുകൊണ്ട് ശരിയാവില്ല. ഓടാ, നിന്റെ ഒരു പുളു. നീ വിചാരിച്ച ഒരു ചുക്ക് നടക്കത്തില്ല. അതെ, ഒന്നല്ല 100 വഴിയുണ്ട്. നിനക്കിന്ന് കാണണോ? ഇന്നോ? എങ്ങനെ? ദേ പ്രേമ, നടക്കാത്ത കാര്യങ്ങൾ പറഞ്ഞ് വെറുതെ മനുഷ്യനെ മോഹിപ്പിക്കല്ലേ. നടക്കാത്ത കാര്യോ? എടാ, ഒരു ഫ്യൂസ് പോയാ പോലെ. നീ ലൈൻമാൻ അല്ലേ? ഫ്യൂസ് പോയാൽ ലൈൻമാനെ അല്ലാതെ പിന്നെ ആരെ വിളിക്കും? അയ്യോ, നിന്റെ ഒരു ബുദ്ധി. പ്രേമ, നീ ഇപ്പൊ പഴയ ആളല്ലേ കേട്ടോ, സമ്മതിച്ചു വന്നിരിക്കുന്ന. പക്ഷെ ഫ്യൂസ് എങ്ങനെ പോവും? കാറ്റടിച്ചാ കറണ്ട് പോകുന്നില്ലാതെ ഫ്യൂസ് പോകത്തില്ല. പക്ഷെ ഇവിടെ ഫ്യൂസ് പോകും, പോയിരിക്കും. അതെനിക്ക് വിട്ടേരെ. ഇതാ മില്ലിലെങ്ങാനും കൊടുത്തയച്ചോടമ്മേ.
എന്നിട്ട് വേണം ചവറെന്നും പറഞ്ഞ് 2 നുള്ളു കിള്ളി തിന്നിട്ട് 2നും എഴുന്നേറ്റ് പോവാൻ. നീ ഒറ്റയ്ക്ക് പോകുന്ന നല്ലത്. ഒറ്റയ്ക്കാ? അത് ശരിയാവില്ല. ഒരു കുഴപ്പമില്ല. 2 പേരും കൂടെ പോയാൽ ആരെങ്കിലും ഒരാളെ കണ്ടാലോ? ഞാൻ കൂടെ ഉണ്ടെന്ന് വെച്ചോ. എന്നാലും അത് ശരിയാ. ഒരെന്നാലും ഇല്ല. നീ ആ മീറ്ററിന് താഴെയുള്ള മെയിൻ പീസ് യൂരി എടുക്കണം. അതെ, നമുക്കിത് ഒന്നുകൂടി ഒന്ന് പ്ലാൻ ചെയ്തിട്ട് നാളെ ആയപ്പോരെ. അത് വേണ്ട, വെച്ച് താമസിപ്പിക്കുന്ന എന്തിനാ? നിനക്ക് പേടിയുണ്ട്? പേടിയാ? ഒരു ഫ്യൂസ് ഊരാൻ ഇത്രയ്ക്ക് പേടിയോ? നീ ധൈര്യമായിട്ട് ചെല്ലേ. എന്ത് സംഭവിച്ചാലും നിന്റെ പിന്നിൽ ഞാനുണ്ടാവും. അമ്മേ, ഞാൻ കുളിച്ചിട്ട് വരാം. ഞാൻ ഇറങ്ങി വന്നിട്ട് ശരിയാക്കാം. എനിക്ക് വയ്യ, പാവം പട്ടി അടഞ്ഞ എന്നെ ഇരിക്കുന്നത്. നീ വേഗം എങ്ങ് വാ, അതിനെ രണ്ട് കൊടുക്കണം. കുറെ ദിവസമായിട്ട് നോക്കി വെച്ചിരിക്കായിരുന്നു. ഇന്ന് അതിനെ തക്കത്തിന് കിട്ടി. നോക്കിക്കോ, അതിനെ അടിച്ചെന്ന് ചതയ്ക്കും ഞാൻ. അമ്മയും മോളും അതിനെ തല്ലുക കൊല്ലുക എന്ത് വേണമെങ്കിലും ചെയ്. എനിക്ക് വയ്യ അത് കാണാൻ. അമ്മേ, ഇതാ ഞാൻ വന്നു കഴിഞ്ഞു. കള്ളപ്പട്ടി ഇപ്പം നോക്കിക്കോ. എവിടെ അടി? എവിടെ? അമ്മോ, അയ്യോ, അമ്മോ, അയ്യോ, അയ്യോ, അയ്യോ. പ്രേമ, തല്ലല്ലേ ചേച്ചി? വല്ലതും പറ്റിയോ? വല്ലതും അല്ലടാ, മൊത്തമായിട്ട് എന്നെ പറ്റി. പട്ടിയെ തല്ലും പോലെ അല്ലടാ എന്നെ അവര് തല്ലിയത്. പട്ടിയാണെന്നാണല്ലോ അവര് വിചാരിച്ചത്. അപ്പൊ അങ്ങനെയല്ലേ തല്ലു? നീ നിന്റെ ഒടുക്കത്തെ ഒരു പ്രേമവും. ഞാൻ നിനക്ക് എന്ത് ദ്രോഹം ചെയ്തടാ? എന്റെ കാലനായിട്ടാണോ അവന്റെ ഇങ്ങോട്ട് കെട്ടിയെടുത്തിരിക്കുന്നത്? വേദനയുണ്ടല്ലേ? അയ്യോ, തുണിമുക്കല്ലേ? മഴയും പെയ്യുന്ന പട്ടിയാ. ചൂടുവെള്ളോ? അപ്പോ അടി കിട്ടുന്നതിന് മുമ്പിൽ നിന്ന് ചൂടുവെള്ളം തിളപ്പിച്ച് വെച്ചിരുന്നു. നല്ലതാ ദുഷ്ട. അടി ഉറപ്പല്ലേ? ആ തള്ള തല്ലിയത് മനസ്സിലാക്കാം. ഇത് അവളും തല്ലിയടാ. പോട്ടടാ, നീ ഏതായാലും കെട്ടാനുള്ള പെണ്ണല്ലേ അവള്? കെട്ടും കെട്ടും, ഞാനവളെ തട്ടും. നോക്കിക്കോ. അവൾ അറിയാതെ ചെയ്തല്ലേ. എന്തായാലും അവസാനം മുഖം മൂടി പിടിക്കാൻ അവളുടെ ബ്ലൗസ് അല്ലേ ഉപകരിച്ചുള്ളൂ. അതാണടാ സ്ത്രീ ഹൃദയം. എന്തോ എന്റെ മനസ്സ് പറയുന്നു അവളെ നീ തന്നെ കെട്ടുമെന്ന്. ഇത്രയും ത്യാഗമൊന്നും ലോകത്തൊരു കാമുകനും അനുഭവിച്ചു കാണില്ല. നീ കവിയല്ലേ? നിന്റെ മനസ്സിലുള്ളത് മുഴുവൻ എഴുതും. നിന്റെ വേദനയും വികാരങ്ങളും ഒക്കെ ഞാൻ കൊണ്ട് കൊടുക്കാം. അല്ലെങ്കിൽ ഞാനെന്തിനാ കൊണ്ടു കൊടുക്കുന്നത്? നമുക്ക് പോസ്റ്റിൽ അയച്ചാ പോരെ? അവൾക്ക് കിട്ടണമെന്നല്ലേ ഉള്ളൂ. അത് മതിയോ? മതി 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 മതി. മതിയെങ്കിൽ മതി.
ഏതല്ലേ ഇതിപ്പോ രണ്ടാമത്തെ തവണയാ. നിങ്ങൾക്ക് എന്താ ഇത്ര എറി? ഇന്ന് നോക്കൂ. തന്നെയല്ലേ എറിഞ്ഞത്? ആ കൊരങ്ങനെയാ. വൃത്തിയായിട്ട് കാണിച്ചാ ഇനി എറിയും. ഇവിടെ ആര് വൃത്തിയേട് കാണിച്ചെന്നാ? നീ വല്ലതും കാണിച്ചടേ. ഞാൻ ഇവിടെ നിന്ന് കുളിച്ച്. ഇനി അഥവാ എന്തെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ അവൻ കുളിക്കുമ്പോൾ അറിയാതെ സംഭവിച്ചതായിരിക്കും. അയ്യ, അവന്റെ ഒരു കുളി കിണറ്റിൻ ചോട്ടിൽ അല്ലെങ്കിൽ അവന് മേലെ നനയില്ല. അടുത്ത വീട്ടിൽ പ്രായമായ പെൺകുട്ടികളുണ്ടെന്നൊരു വിചാരം വേണം. അയ്യേ, പ്രായമായ പെമ്പിള്ളരെ കുറിച്ച് ഞങ്ങൾ അങ്ങനെ വിചാരിക്കുന്നത് തെറ്റല്ലേ അമ്മായി? അത് തെറ്റാണ്. എന്താടാ കളിയാക്കുന്നോ? നീ ആരാടാ കൈയും കലാശവും കാണിച്ചേ? എനിക്ക് ഇഷ്ടമുള്ളവരെ കാണിക്കും. ഒരു കാര്യം പറഞ്ഞേക്കാം, ഇത് ഞങ്ങളുടെ വീടാണ്. ഞങ്ങൾ ഇവിടെ ഇഷ്ടം പോലെ ജീവിക്കും. അതെ. വെറുതെ പ്രശ്നം ഉണ്ടാക്കാൻ വരല്ലേ. കൂടുതൽ കളിച്ചാലുണ്ടല്ലോ ഞങ്ങൾ ഇവിടെ ഒന്നുമില്ലാതെ കുളിക്കും. ഫുൾ നേക്കഡ്. കാണോ? ചോട ഉണ്ടെങ്കിൽ ഒന്ന് കാണിക്കടാ. നീയൊക്കെ എന്താ വിചാരിച്ചേ? ചോദിക്കാനും പറയാനും ആരുമില്ലെന്നോ? കാണിച്ചു തരാമോടാ. ഈ സുഭദ്രാമ ആരാന്ന് കാണിച്ചു തരാം. അല്ല, നീ നേക്കറ്റായിട്ട് വിളിക്കുന്ന പറഞ്ഞ സീരിയസ് ആയിട്ടാണ്? ഇപ്പൊ തന്നെ നമ്മൾ കുളിക്കോ? പോടാ. അപ്പൊ വെറുതെ പറഞ്ഞതാ. കൈകാലാവതില്ലാത്തവനാണ് ദൈവമേ, എന്തെങ്കിലും തരടേ. അമ്മ അമ്മോ, അമ്മ അമ്മ അമ്മോ, അമ്മച്ചേ, കൈകാലാവതില്ലാത്തവനാണ് ദൈവമേ, ഈ പാവപ്പെട്ടവരെന്തെങ്കിലും തരടേ. അമ്മ 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 അമ്മ, കൈകാലാവതില്ലാത്തവനാണ് ദൈവമേ, എന്തെങ്കിലും തരടേ. അമ്മ അമ്മോ, അമ്മ അമ്മുമ്മോ, ചില്ലറയില്ലേ ചില്ലറ തരാം, ഒരു ആൻറ്റിക്കാപ്പിടാണ് ദൈവമേ. അമ്മോ, ഒരു പാവപ്പെട്ട പിച്ചക്കാരനാണ് ദൈവമേ. എന്ത്? നിനക്ക് ചെവി തന്നെ കേൾക്കുന്നില്ലേ? ചെവി കേൾക്കാം, തല കേട്ടൂടാ. അതെങ്ങനെ കേൾക്കും? ഒരുത്തനോട് അമ്മ അമ്മ എന്ന് എല്ലാവരും വിളിച്ചോണ്ടിരിക്കല്ലേ? അത് തന്നെയാ പറഞ്ഞത്. എന്തെങ്കിലും കൊടുത്തു വിട്. പാരലൽ കോളേജ് ഒന്നും ഇപ്പൊ വലിയ ലാഭത്തിലല്ല. എന്റെ കയ്യിൽ കൊടുക്കാൻ പൈസ ഒന്നുമില്ല. എടാ, എന്റെ ആ മേശക്കാരും എടുത്ത് കൊടുത്തു വിടാ. ചേട്ടോ, ഈ പാവപ്പെട്ട പിച്ചക്കാരന് എന്തെങ്കിലും ഡൊണേഷൻ തരടേ. അമ്മ 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 അമ്മോ, നിർത്ത്, പാട്ട് നിർത്ത്. അമ്മുമ്മോ, ഇല്ലമ്പോ. എന്റെ പൊന്നു പ്രേമ, പിച്ചക്കാരെങ്കിലും വന്നാ മേശക്കകത്ത് ഇഷ്ടം പോലെ ചേഞ്ച് കിടപ്പുണ്ട്. എന്തെങ്കിലും എടുത്ത് കൊടുത്തു വിടണം. മേശക്കകത്തൊന്നും തട്ടേണ്ടി വന്നില്ല. മേശപ്പുറത്ത് തന്നെ ഉണ്ടായിരുന്നു. മേശപ്പുറത്തോ? അയ്യോ, ഇവിടെ നിന്ന് 25 പൈസ കാണുന്നില്ലല്ലോ. ഇതിന്റെ പുറത്തിരുന്ന് 25 പൈസയാണോ നീ എടുത്ത് കൊടുത്തത്? അതെ, 25 പൈസ ഇക്കാലത്ത് വലിയ തുകയല്ല. അതുമല്ല ഒരുമാതിരി ഷോക്കേറ്റത് പോലത്തെ പൈസ ആയിരുന്നു. എന്റെ ദൈവമേ, എന്നിട്ട് അയാൾ പോയോ? പിന്നെ പോകാതെ ഇതിനകത്ത് പിടിച്ചിട്ടുമായിരുന്നു. അയ്യോ, ആ പൈസ എനിക്ക് തിരിച്ചു കിട്ടിയില്ലെങ്കിൽ നിന്നെ ഞാൻ കൊന്നുകളയും. നോക്കിക്കോ. എന്തിനു? പിച്ചക്കാര, അവിടെ നിന്നേ. എന്തിനാ വിളിക്കണേ? നിന്നോട് തന്നെ അവിടെ നിൽക്കാൻ. മൊന്ത കട്ടത് അറിഞ്ഞു കാണോ? എങ്കിൽ തല്ലാനായിരിക്കും. അവിടെ നിൽക്കാൻ. തല്ലി. ഇവനെന്തിനാ ഓടുന്നത്? ഓടിക്കരുത്, എന്നെ വെറുതെ ഓടിക്കരുത്. അവിടെ നിൽക്കാൻ. എടോ, പിച്ചക്കാരന്റെ റോട്ടിലിട്ട് ഓടിക്കല്ലേന്ന്. പിച്ചക്കാരന്റെ റോട്ടിലിട്ട് ഓടിച്ചുള്ള ശിക്ഷ അറിയാമോ? IPC 304 വകുപ്പ് പ്രകാരം ജയിലിട്ട് പൂട്ടും. കാലേലാളിയാണെന്ന് എന്ത് ഈശ്വരാ. വികലാംഗനെ തെങ്ങിൻ തോപ്പിലിട്ട് ഓടിച്ച ശിക്ഷ വേറെയാണ് കേട്ടാ. തന്റെ മുമ്പാണെങ്കിൽ ഞാൻ തന്നേക്കാം. പിന്നെ ഒരു പുഴുകത്തില്ല. നിയമം കിട്ടിട്ട് പിന്നെ മതി. അപ്പൊ ചുവറായിട്ടും തല്ലാൻ തന്നെ. എടാ, ഇത് വലിയ പ്രശ്നമല്ല. ഇത് ഞൊണ്ടിയിട്ട് കാര്യമില്ല. ഞൊണ്ടൊക്കെ മാറ്റി വെച്ച് 2 കാലയിൽ ഓടാതെ നിവൃത്തിയില്ല. എടാ കള്ളത്തെണ്ടി, നിന്റെ ഒടുക്കത്തെ ഒരു ഞൊണ്ട്. അയ്യോ, ഓടി വരുന്ന നാട്ടുകാരെ, പിച്ചക്കാരനെ തല്ലാൻ പറ്റേ. ഓ ദൈവമേ, പാവപ്പെട്ട പിച്ചക്കാരനെ കൊള്ളേക്കാൻ പറ്റേ. ഓടി വരണേ. എന്റെ വലിയ പറ്റിക്കരുത്. എടോ, എന്റെ കാശ്, എടോ, എന്റെ കാശ്, എടോ, പെണ്ടിക്കിന്റെ കാശാണ്. പിച്ചപ്പാത്രത്തിൽ കൈയിട്ട് വരണേന്ന്. അയ്യോ, എന്റെ കാശ്. 10 രൂപ. ഇതിന്റെ വില നിനക്കറിയില്ലേ? എന്റെ പിച്ചക്കാരൻ പുണ്യാളാ, 25 പൈസയുടെ വില കൂട്ടിയ.
എന്തിനാ ഈ ചെടി ഇതിനകത്തൊന്നും ഇല്ലല്ലോ, വേറെ തലയിലായിരിക്കണം. അയ്യേ ആ എന്താ എന്താ എന്താന്നോ നീയല്ലേ ഒച്ച വെച്ചത്? ഓ അതോ എന്തോ പുറത്ത് കടിച്ചതുപോലെ തോന്നി, അതാ. ആ അത്രേ ഉള്ളോ? വെറുതെ മനുഷ്യനെ പേടിപ്പിച്ചളഞ്ഞല്ലോ. എവിടെ പോന്നു മോളെ? അമ്മ അത് അയൽ നിന്ന് തുണിയെടുക്കാനാ. മഴ വരും പോലെ തോന്നുന്നു. മോള് പോയിക്കോ, അമ്മ എടുത്തോളാം. എന്റെ പാർവതി, എത്ര നാളത്തെ ആഗ്രഹമാ, വിടൂല ഞാൻ. അമ്മ ആള് മാറിയേ. അത്രയ്ക്കായല്ലേ? പാടും 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 പൂങ്കുയിലിന്റെ പാടും പാടും പൂങ്കുയിൽ പാടും അമ്പേറ്റ് വീണ. അയ്യോ, ഇതെന്ത് പറ്റി? പ്രസവ വേദന. സൃഷ്ടി എന്റെ മനസ്സ് കിടന്ന് പിടയുകയാണ്. എന്തിന്? വേടന്റെ അമ്പേറ്റ് വീണ ഇടക്കിളികളിൽ ഒരു കിളിയെ ഞാനിന്ന് കണ്ടു. ആ വേദനയിൽ തേങ്ങിക്കരഞ്ഞ് മാ നിഷാദ എന്ന് പാടിയ ആദി കവിയുടെ ഹൃദയം ഞാനിന്ന് കണ്ടു. എവിടെ വെച്ച് കണ്ടു? നീ സിനിമയ്ക്ക് പോയടാ. ഇന്ന് ഷോക്കേറ്റ് പിടഞ്ഞ് പിടഞ്ഞ് മരിച്ച മാടപ്രാവായിരുന്നു ആ കിളി. പിടഞ്ഞ് പിടഞ്ഞൊന്നുമല്ല മരിച്ചത്, മോളിൽ നിന്ന് വീണപ്പോഴേ ചത്തിരുന്നു. നീയായിരുന്നു ആ കാട്ടാളൻ. കാട്ടാളൻ കൃഷ്ണപ്പണിക്ക്. അതാര്? നിന്റെ തന്ത. കേൾക്ക്, അന്ന് ഇണക്കിളിയുടെ മരണത്തിൽ നിന്ന് ആദി കാവ്യമുണ്ടായി. ഇന്ന് ഒരു ഇണപ്രാവിന്റെ മരണത്തിൽ നിന്ന് പ്രേമ കാവ്യം ജനിക്കുകയാണ്. സർഗവേദനയിൽ ഞാൻ കിടന്ന് പുഴയുകയാണ്. ഭ്രാന്താശുപത്രിയിൽ കൊണ്ടുപോയി നിനക്ക് ഷോക്ക് കളിപ്പിക്കേണ്ട ടൈമായി. ഷോക്ക? പോടാ. ഒരു കവിയുടെ ആത്മനൊമ്പരം നിനക്ക് മനസ്സിലാവില്ല.